അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. 4 കാര്യങ്ങളുണ്ട്. ഒന്നും എന്താണ് അറിയോ? ഒന്ന് സലാം നന്നായി പറയും. നിങ്ങൾ നോക്കി വീണ്ടും പോകുമ്പോഴൊക്കെ എത്ര പ്രാവശ്യം നമുക്ക് സലാം പറയണം. പറഞ്ഞാൽ പിന്നെയും പറയാം എന്നെ വീണ്ടും പറയാം. നമ്മൾ അഥവാ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും ഫോൺ ഇങ്ങോട്ട് ഡ്രീം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പറയും. നിങ്ങളെന്നെ മുഴുവൻ പറഞ്ഞ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എപ്പോൾ ഫോൺ പറഞ്ഞാലും നമുക്ക് 30 നന്മയുടെ പ്രതിഫലം കിട്ടും. 30 കൂലി നമുക്ക് കിട്ടും. 30 ഹൃദമനോളം കൂലി നമുക്ക് കിട്ടും അല്ലെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ വാവന്നെ സിയാദയാണെന്നാ ഷെയ്ഖ് ഹുസൈൻ റഹ്മാനെ പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ റമളാനിൽ ഇതിനൊക്കെ കൂലി കൂടും. നമ്മള് അമലുസ്സാലിഹാത്തിന്റെ മീസാൻ നിറക്കാനുള്ള മാർഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പൈസ കൊടുക്കണ്ട, ഒരു പൈസ നന്നായി ഉഷാറായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കരുതി പള്ളിയിൽ ഇങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ട്. ജുമുഅക്കൊക്കെ വരുമ്പോഴേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും. തറാവീഹിന് വരുമ്പോൾ ആരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയണ്ട. പള്ളിക്ക് വരുമ്പോൾ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക പറയാം. എന്നിട്ട് ആരെങ്കിലും അടുത്തിരിക്കുക ഒരാളടുത്ത് അയാളോട് ആൾ ഒഴിവാണെങ്കിൽ ഫ്രീ ആണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഖുർആൻ പാരായണം മുടക്കിന് ഉത്തരം കിട്ടും. പള്ളിക്ക് വരുമ്പോഴാ പറഞ്ഞത് ഇതുമ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക പറയാനാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സദസ്സിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കണം. ഈ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാനിച്ചു ക്ലാസ് മുടങ്ങൂലേ. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പോലെ മുഹമ്മദ് അമ്പലം പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ള ക്ലാസ് വരുമ്പോൾ സലാം പറഞ്ഞാൽ പോലെ ശ്രദ്ധ തെറ്റിച്ചുള്ള കുറ്റം. അപ്പോൾ പറയേണ്ടടുത്ത് പറയാൻ പാടുള്ളൂ, അല്ലാത്തടുത്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം എന്നുള്ള നിലക്കല്ല പറഞ്ഞത്, എന്നാൽ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ജുമുഅക്ക് നിങ്ങൾ നോക്കി ഒരാളെ നമ്മോട് നമ്മളടുത്ത് വന്നു, എന്തെങ്കിലും എന്താ കുട്ടി എടുക്കുന്നത് എന്തെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ കണ്ണട പൊട്ടിക്കാൻ പോയിട്ടുണ്ടാവും. ആ കുട്ടി എന്തെടുക്കണമെന്ന് വെച്ചാൽ ജുമുഅ വാത്തിലായി നമ്മളത്. അപ്പൊ അങ്ങനെ ഓരോ സംസാരിക്കാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഗൗരവത്തോടു കൂടി തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട. ചില കാര്യങ്ങൾ ചില ലഫ്ലുകൾ നമ്മൾ പറയോടുകൂടി നമ്മളെ അമലുസ്സാലിഹത്തിൽ അതിലാകും. 4 കാര്യങ്ങൾ പറഞ്ഞു. 1 സലാം പറയണം. 2 കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക. എപ്പോഴും വിളിച്ചിട്ടും പറഞ്ഞിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, മാതാപിതാക്കളായിട്ടുള്ള ബന്ധം, മക്കളായിട്ടുള്ള ബന്ധം, അതുപോലുള്ള ആളുകൾക്ക് ബന്ധങ്ങളൊക്കെ, അയൽവാസികളുടെ ബന്ധമൊക്കെ ഊട്ടിയുറപ്പിക്കുക. ഇതിനൊന്നും ചെലവില്ല, കൂലി കൂടുതലാണ്. ഇനി ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ എണീറ്റ് കുറച്ചേരം നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കാത്ത ആൾക്കാർ, ഞാൻ എന്നോട് ആദ്യം പറയണത്, നമ്മുടെ നിസ്കരിക്കാത്ത ഒരാൾ നമ്മളെ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കുറച്ച് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാത്ത, റമദാൻ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാത്ത ആൾക്കാർ നമ്മൾ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് എണീറ്റ് കുളിച്ചൊക്കെ ഫ്രഷായി നിസ്കരിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കും എന്താ പറയാ. അപ്പൊ 1 സലാം പ്രചരിപ്പിക്കുക, ഭക്ഷണം നൽകുക, വെറുതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി. അത് നോമ്പുറപ്പിക്കാം, അല്ലാതെ ചെയ്യാം, ഒക്കെ ചെയ്യാം. ബന്ധങ്ങൾ നിലനിർത്തുക 3ാമത്തെ കാര്യം. 4ാമത്തത് ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ 2 റക്അത്ത് അല്ലെങ്കിൽ എത്ര നിസ്കരിക്കുക. ആ നിസ്കരിക്കുന്നതോടുകൂടി അവർക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് സത്യം മാത്രം പറയാൻ വേണ്ടി ചുണ്ടി ചലിപ്പിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്.